ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമാണ്. നമ്മുടെ ദൈവം നമ്മെ അത്ഭുതകരമായിട്ടാണ് കരുതി വഴി നടത്തുന്നത്. നാം വളരെയധികം ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ട പ്രയാസത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിൽ അത്ഭുതകരമായി ആ വിഷയം പരിഹരിച്ച് നമുക്ക് നൽകുമ്പോൾ നാം തന്നെ അത് അതിശയത്തോടെ എങ്ങനെ സംഭവിച്ചു എന്ന് നാം ചിന്തിക്കുന്ന രീതിയിലല്ലേ കർത്താവ് നമ്മെ കരുതി വഴി നടത്തുന്നത്. നമ്മുടെ ആ വിഷയങ്ങൾക്ക് പരിഹാരത്തെ ദൈവം ചെയ്തു നൽകുന്നത്. കർത്താവ് വിശ്വസ്തനാണ്, വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് ദൈവമക്കളായ നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത് പോലെ കർത്താവ് നമ്മെ അത്ഭുതകരമായി തന്നെയാണ് വഴി നടത്തുന്നത്. ഓരോ നിമിഷവും ഓരോ ദിവസവും നാം കഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആ അത്ഭുതകരം മനസ്സിലാക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ കാണും. അത്ഭുതകരം, ദൈവം നമ്മെ വഴി നടത്തുന്ന അത്ഭുതകരമായ ആ രീതി നമുക്ക് വർണ്ണിക്കാൻ നാവുകൾ പോരാതെ വരും. ദൈവത്തോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരികയില്ല എന്നുള്ള രീതിയിലേക്ക് കടന്നു പോകും. ഞാനത് പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നാം വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ചില വിഷയങ്ങളുടെ മേലായിരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി ഒരു നിമിഷം കൊണ്ട് ദൈവം അത്ഭുതകരമായി ആ വിഷയങ്ങൾക്ക് പരിഹാരത്തെ നൽകി ദൈവം നമ്മെ വഴി നടത്തുകയും നാം മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാതെ വണ്ണം ദൈവം നമ്മെ തല ഉയർത്തി നിർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഞാൻ ഒത്തിരിയും പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്നും അങ്ങനെ ഈ ചില ദിവസങ്ങൾ ഒരു നിസ്സാരം വിഷയമാണ്. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലുതുപോലെ ഫീൽ ചെയ്തു. കാരണം അതങ്ങനെയാണ്. ആ വിഷയങ്ങൾ എങ്ങനെ ഞാൻ പരിഹരിക്കും എന്ന് ഞാൻ ചിന്തിച്ച് വളരെയധികം വേദനിക്കുകയും ദൈവത്തോട്, ദൈവമേ എനിക്ക് അത് എത്രയും വേഗം ചെയ്തു തീർക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ദൈവത്തോട് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്നേ ദിവസം ദൈവം എൻ്റെ ജീവിതത്തിൽ ആ വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള താക്കോൽ ദൈവം എൻ്റെ കരങ്ങളിൽ നൽകി എന്നെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്തു. ഞാൻ എന്ത് വിഷയത്തിന് ഭാരപ്പെട്ടു ആ വിഷയത്തിന്മേൽ ദൈവം പരിഹാരത്തെ തന്ന് അത്ഭുതകരമായ ആ പരിഹാരത്തെ തന്ന് ദൈവം വഴി നടത്തി. അത് നമുക്ക് പറയുവാൻ നാവ് പോരാ. നന്ദി എത്ര തന്നെ ദൈവത്തോട് പറഞ്ഞാലും മതി വരികയില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പാകെ തല കുനിക്കുവേണ്ടി വരുന്ന ഒരവസ്ഥ ദൈവം വരുത്താതെ ദൈവം അത്ഭുതകരമായി ദൈവം മാനിക്കുമ്പോൾ, ദൈവം വിഷയങ്ങൾക്ക് വിടുതൽ നൽകുമ്പോൾ ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും നമുക്ക് വരികയില്ല. അങ്ങനെ അത്ഭുതകരമായി വഴി നടത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല, ദൈവത്തിന് സകലതും സാധ്യമാണ് എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ മുഖം മാത്രം നോക്കിക്കൊണ്ട് കർത്താവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അത്ഭുതവാനാണ്, ദൈവം അതിശയവാനാണ്, ദൈവം അതിശയം പ്രവർത്തിക്കുന്നവനാണ്, അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തരുന്നവനാണ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തി, ആ ദൈവത്തെ മുറുകെ പിടിച്ച്, ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച്,
ആ ദൈവത്തിൽ ആശ്രയം വെച്ച് നാം മുന്നോട്ട് പോയാൽ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവം നമ്മെ വഴി നടത്തുന്ന വിധങ്ങൾ നമ്മെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. ദൈവം അത്ഭുതവാനാണ്. ദൈവം വഴി നടത്തുന്നവനാണ്, കരുതുന്നവനാണ്, നമ്മെ കൈവിടാത്തവനാണ്. ആ കൈവിടാത്ത കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ആ കരങ്ങളിൽ നാം അല്ല പിടിക്കേണ്ടത്, കർത്താവ് നമ്മുടെ കരത്തെ പിടിക്കണം. കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ചാൽ ഒരു പിശാചിനും ആ കരത്തെ തട്ടി മാറ്റുവാൻ കഴിയുകയില്ല. ഒരു പിശാചിനും ആ കരത്തെ തട്ടി മാറ്റുവാൻ കഴിയുകയില്ല. കർത്താവ് നമ്മുടെ കരത്തെ പിടിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ കീഴ്പ്പെട്ട്, കർത്താവിനെ അനുസരിച്ച്, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച്, വചനം അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ വൻ കൃപകൾ നമുക്ക് പ്രാപിക്കുവാൻ ദൈവം ഒരുക്കും, ദൈവം സഹായിക്കും. അതിനായി ഓരോരുത്തരെയും ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ദൈവത്തിൻ്റെ കരം നമ്മെ പിടിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കരം കൊണ്ട് നമ്മെ പിടിച്ച് നടത്തുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളേവരെയും ഒരുക്കട്ടെ. ആമേൻ.